സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ജനുവരി 11. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ് അമ്മയുടെ അറസ്റ്റ് പ്രതിക്കൂട്ടിൽ പോലീസ്. കുട്ടിക്ക് വീണ്ടും കൌൺസിലിംഗ് വേണമെന്ന ആവശ്യം. ഇളയ കുട്ടി മൊഴി നൽകിയത് ഭീഷണിയെ തുടർന്ന്. തിരുവനന്തപുരം. കടക്കാവൂരിൽ 13-കാരനായ മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ പോക്സോ കേസ് ചുമത്തി ജയിലിലടച്ച സംഭവത്തിൽ കുട്ടിയെ വീണ്ടും കൌൺസിലിംഗിന് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം തീരുമാനിച്ചു. ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ കേസിൽ കടക്കാവൂർ പോലീസ് പ്രതിക്കൂട്ടിലായതോടെ സംഭവത്തിന്റെ അന്വേഷണം ദക്ഷിണമേഖല IG ഹർഷിത അട്ടല്ലൂരിക്ക് കൈമാറാൻ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിച്ചു. സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വേണം റെയിൽവേ. തിരുവനന്തപുരം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ വേഗ റെയിൽവേയുടെ റെയിൽപാത അലൈൻമെന്റിൽ മാറ്റം വേണമെന്ന് വിശദമായ പദ്ധതി രൂപരേഖ പുതുക്കണമെന്നും ദക്ഷിണ റെയിൽവേ നിർദ്ദേശിച്ചു. പ്രധാനമായും എറണാകുളം കാസർഗോഡ് ഭാഗത്തെ അലൈൻമെന്റിലാണ് മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്. റെയിൽവേ ചട്ടങ്ങൾ പാലിക്കാത്ത നിർമ്മാണങ്ങൾ ഒഴിവാക്കണമെന്നും കൺസ്ട്രക്ഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് നൽകിയ ശുപാർശയിൽ പറയുന്നു. ഓഫീസറെ മർദ്ദിച്ചു, കസ്റ്റംസിനെതിരെ പരാതി. തിരുവനന്തപുരം. കസ്റ്റംസിനെതിരെ പരാതി നൽകി ഇടത് സംഘടന. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് മർദ്ദിച്ചതായാണ് DGPക്ക് പരാതി നൽകിയത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് പരാതി നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി വിളിച്ചപ്പോഴാണ് മർദ്ദിച്ചതും അസഭ്യം പറഞ്ഞതെന്നും പരാതിയിൽ പറയുന്നു. ട്രംപിനെ നീക്കാൻ പ്രമേയം വരും, ഇംപീച്ച്മെന്റ് അതിനുശേഷമെന്ന് സ്പീക്കർ. വാഷിംഗ്ടൺ. ക്യാപിറ്റോൾ മന്ദിരത്തിലെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാനൊരുങ്ങി US ജനപ്രതിനിധി സഭ. ഇംപീച്ച്മെന്റ് നടപടികൾക്ക് കാലതാമസമുണ്ട് എന്നതിനാലാണ് 25-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രസിഡന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ടുവരുന്നത്. നാളെ തന്നെ പ്രമേയം സഭയിൽ വന്നേക്കും. ഇതിനുശേഷമേ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരൂ എന്ന് സ്പീക്കർ നാൻസി പെലോസി വ്യക്തമാക്കി. ബൈഡൻ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയ ശേഷമേ സെനറ്റിൽ ട്രംപിനെതിരായ കുറ്റവിചാരണ തുടങ്ങുകയുള്ളൂ. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ. കേരള കോൺഗ്രസ് 3ാമത്തെ വലിയ കക്ഷി. തിരുവനന്തപുരം. ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റ് അവർക്ക് തന്നെ നൽകാൻ ഇടതുമുന്നണിയിൽ ധാരണ. ഘടകകക്ഷി നേതാക്കളുമായി CPM നേതൃത്വം നടത്തിയ ആശയവിനിമയത്തിലാണ് ധാരണയായത്. ഘടകകക്ഷികളുടെ സീറ്റുകൾ CPM ഏറ്റെടുക്കുന്നത് ഉചിതമല്ലെന്ന് CPI നിലപാട്. ജോസ് കെ മാണി മുന്നണി പ്രവേശനത്തിന് CPMുമായി ഉണ്ടായിരുന്ന ധാരണ പാലാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് CPMുമായി കൈമാറുക എന്നതായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തെളിയിച്ചതോടെ രാജ്യസഭാ സീറ്റ് നിലനിർത്തണമെന്ന അവകാശവാദം ജോസ് കെ മാണി CPM നേതൃത്വത്തോട് ഉന്നയിച്ചു. ഇതിനെ തുടർന്നാണ് CPM നേതൃത്വം ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തിയത്. വാക്സിൻ വിതരണത്തിന് 133 കേന്ദ്രങ്ങൾ, 665 ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യഘട്ട വാക്സിൻ വിതരണത്തിന് 665 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. ഓരോ കേന്ദ്രത്തിലും ഡോക്ടർ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. 14 ജില്ലകളിലായി 133 വാക്സിൻ സൈറ്റുകൾ തയ്യാറായി. 13-ാം തീയതി വാക്സിൻ സംസ്ഥാനത്തെത്തുമെന്നാണ് സൂചന. വാക്സിനേഷൻ കേന്ദ്രത്തിൽ 4 വാക്സിനേഷൻ ഓഫീസർമാർ വീതമാണ് ഉണ്ടാകുക. കോവിഡ്. മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഇന്ത്യ സജ്ജമെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും പൊതുജനാരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ തകർക്കുകയും ചെയ്ത കോവിഡിനെതിരെ 1 അല്ല 2 മെയ്ഡ് ഇൻ ഇന്ത്യൻ വാക്സിൻ ഉപയോഗിച്ച് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കും ഉയർന്ന രോഗമുക്തി നിരക്കും ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ന് 1 അല്ല 2 മെയ്ഡ് ഇൻ ഇന്ത്യ കൊറോണ വൈറസ് വാക്സിന് ഉപയോഗിച്ച് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും മോദി പറഞ്ഞു. സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി ടൊവിനോ തോമസ്. സമൂഹത്തിനും മാതൃകയായ വ്യക്തിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി നടൻ ടൊവിനോ തോമസിനെ നിയമിച്ചു. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് സമൂഹത്തിന് മാതൃകയായി മാറിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടുതൽ ആളുകളിലേക്ക് സന്നദ്ധസേനയുടെ സന്ദേശം എത്തിക്കാൻ സഹായകരമാകുമെന്നും നിയമനം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജില്ലയിൽ സ്വീപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വോട്ടർ പട്ടിക വിപുലപ്പെടുത്താൻ തീരുമാനം. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്വീപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വോട്ടർ പട്ടിക വിപുലപ്പെടുത്തുന്നതിനും പുതിയ വോട്ടർമാരെ തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുക 32,762 പേർ. കോവിഡ് പ്രതിരോധത്തിന് ആശ്വാസനമായി രാജ്യത്ത് വാക്സിൻ വിതരണം ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടം ജില്ലയിൽ വാക്സിൻ സ്വീകരിക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 32,762 പേർ. ജില്ലയിൽ 800ഓളം കേന്ദ്രങ്ങളാണ് ഇതിനായി ക്രമീകരിച്ചിട്ടുള്ളത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.